അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് ഖൈറുള്ള എന്നുള്ള പാഠം വിശദീകരിച്ചു. ഇനി നമുക്ക് അബ്ഖരിയുൻ മിൻ അബ്നാഇ കൈരല പേജ് നമ്പർ 15 കേരളത്തിൽ അറിയപ്പെട്ട, നമ്മളെ കേരളത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു പ്രതിഭാശാലിയെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അബ്ഖരി എന്ന് പറഞ്ഞാൽ ജീനിയസ്. മിൻ അബ്നായി കൈരള, കേരളത്തിൻ്റെ മക്കളിൽ നിന്നും പ്രഗത്ഭനായ വ്യക്തി. നോക്കാം, കുറച്ചധികം എടുക്കാനുള്ളത് കൊണ്ട് സ്പീഡാക്കുകയാണ്. ഹൽ തരിഫൂന റിവായത്ത തഷ്മീൻ. ഹൽ തരിഫൂന, ഹൽ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡാണ്. തരിഫൂന അറിയുക, നിങ്ങൾ അറിയുക. അപ്പോൾ ഹൽ തരിഫൂന നിങ്ങൾക്കറിയുമോ റിവായത്ത തഷ്മീൻ. റിവായത്ത് എന്ന് പറഞ്ഞാൽ നോവൽ, തഷ്മീൻ എന്ന് പറഞ്ഞാൽ ചെമ്മീൻ. ചെമ്മീൻ എന്നുള്ള പടം കണ്ടിട്ടുണ്ടാവും അല്ലേ? ചെമ്മീൻ എന്ന് പറയുന്ന നോവൽ നിങ്ങൾക്ക് അറിയുമോ? മൻ മുഅല്ലിഫു ഹാദിഹി റിവായ. മൻ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ വേർഡ്. മൻ ആരാണ്, മുഅല്ലിഫ് രചിച്ചത്, ഹാദിഹി റിവായ ഈ നോവൽ രചിച്ചത് ആരാണ്? ഹൽ തുർജിമത്ത് ഹാദിഹി റിവായത്തു. അപ്പോൾ നേരത്തെ ഫസ്റ്റ് ചോദ്യം ഹൽ തരിഫൂന നിങ്ങൾക്കറിയുമോ, ചിലവരൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ, ചെമ്മീൻ എന്ന് പറയുന്ന നോവൽ. ആരാണിത് രചിച്ചത്? വെരി ഗുഡ്. ആരാണ്? തകഴിയാണ് അല്ലേ? തകഴി ശിവശങ്കർ പിള്ള അല്ലേ? അൽ തുർജിമത്ത് ഹാദിഹി റിവായത്തു ഇല ലുഗത്തിൽ അറബിയ. അറബി ഭാഷയിലേക്ക് ഈ നോവലിനെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? നാം. മൻ ഖാമ ബി തർജമത്തി ഹാദിഹി റിവായ. ഈ നോവൽ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. മൻ ആരാണ് അത് ചെയ്തത്? ആരാണ്? അദ്ദുക്തൂർ മുഹീദ്ദീൻ ആലുവായി എന്ന് പറയുന്ന നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ മഹത്തായ പ്രഗത്ഭനായ വ്യക്തിയാണ്. നോക്കാം അദ്ദേഹത്തെക്കുറിച്ച്. ഹുവ ദുക്തൂർ മുഹീദ്ദീൻ ആലുവായി. ഹുവ അദ്ദേഹം, അദ്ദുക്തൂർ മുഹീദ്ദീൻ, ദുക്തൂർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ, മുഹീദ്ദീൻ ആലുവായി എന്ന് പറയുന്നവർ കാത്തിബുൻ മഷ്ഹൂറുൻ, കാത്തിബുൻ റൈറ്ററാണ്, കാത്തിബ് എഴുത്തുകാരനാണ്, മഷ്ഹൂറുൻ പ്രസിദ്ധവാനായ, വ മുദർരിസുൻ അബ്ഖരിയുൻ, മുദർരിസുൻ അധ്യാപകനാണ്, അബ്ഖരിയുൻ എന്ന് പറഞ്ഞാൽ പ്രഗത്ഭനായ എന്നെ. മിൻ വിലായത്ത് കേരള, കേരള സംസ്ഥാനത്തിൽ നിന്ന്. വലിദ അദ്ദേഹം ജനിച്ചു, ഫി അവലി യൂനിയു, യൂനിയു എന്ന് പറഞ്ഞാൽ ജൂൺ ആദ്യത്തിൽ, സനത്ത 1925, അൽഫുൻ വ തിസ്ഉമിയത്തിൻ വ ഖംസും വൈശ്രീൻ ഫി ഖറിയത്തിന വലിയത്തുനാട്, വെള്ളിയത്തുനാട് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. മി മദീനത്തി ആലുവ, ആലുവ പട്ടണത്തിലെ. വക്കാന വാലിദുഹു അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു അഷെയ്ഖ് മക്കാർ മൗലവി, പിതാവിൻ്റെ പേര് മക്കാർ മൗലവി എന്നായിരുന്നു. ദറസ ഷെയ്ഖ് മുഹീദ്ദീൻ ആലുവായി, അദ്ദേഹം പഠിച്ചു, അദ്ദേഹം പഠിച്ചു, മുഹീദ്ദീൻ ആലുവായി പഠിച്ചു അൽ ലുഗത്തൽ അറബിയ, അറബി ഭാഷ, വൽ ഉലൂമുദ്ദീനിയ മത വിജ്ഞാനവും പഠിച്ചു, അവലൻ ആദ്യം അലാ വാലിദിഹി അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് തന്നെയാണ് പ്രൈമറി വിദ്യ അദ്ദേഹം കരസ്ഥമാക്കിയത്. സുമ്മ ഇന്ദക്കല പിന്നെ അദ്ദേഹം പോയി മലബാറിലേക്ക്, അദ്ദേഹം തെക്കുഭാഗത്താണ് അല്ലേ? നമ്മൾ ആലുവ വരുന്നത് എറണാകുളം ഭാഗത്താണ്. പിന്നെ അദ്ദേഹം മലബാറിലേക്ക് വന്നു. എന്തിനു വേണ്ടി? ലിയൽതഹിഖ, ടു അഡ്മിറ്റ്, അദ്ദേഹം ടു ജോയിൻ, ചേരാൻ വേണ്ടി, ബി കുല്ലിയത്തി ദാറുൽ ഉലൂം അൽ അറബിയ, ദാറുൽ ഉലൂം വാഴക്കാടുള്ള, മലപ്പുറം ജില്ലയിലെ വാഴക്കാടുള്ള ദാറുൽ ഉലൂം അറബിക് കോളേജിൽ പഠിക്കാൻ വേണ്ടി, ചേരാൻ വേണ്ടി അദ്ദേഹം വന്നു. സുമ്മ ഇൽതഹഖ പിന്നെ അദ്ദേഹം ചേർന്നു ബി കുല്ലിയത്തി അൽ ബാഖിയാത്തി സ്വാലിഹാത്തിൽ അറബിയ ബി വേലൂർ, തമിഴ്നാട്ടിലെ
പ്രസിദ്ധമായ വെല്ലൂർ ബാക്കിയത്തു സ്വാലിഹാത്ത് അറബി കോളേജിലും അദ്ദേഹം പഠനം നടത്തി. തഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു, എങ്ങനെ, സർട്ടിഫിക്കറ്റോട് കൂടി ഡിഗ്രി കരസ്ഥമാക്കി എന്നൊക്കെയാണ്. തഖറജ ഫീഹ ബി ഷഹാദത്തി മൗലവി അൽ ഫാദിൽ, മൗലവി ഫാദിൽ സർട്ടിഫിക്കറ്റ് അദ്ദേഹം കരസ്ഥമാക്കി അവിടെ നിന്ന് പുറത്തു വന്നു. സുമ്മ ഹസ്വല അല, ശരിക്ക് ഹസ്വല അല എന്ന് പറഞ്ഞാലാണ് കരസ്ഥമാക്കി എന്നുള്ളത്. തഖറജ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഡിഗ്രി കരസ്ഥമാക്കി പുറപ്പെട്ടു എന്നാണ്. ഹസ്വല അല, അദ്ദേഹം കരസ്ഥമാക്കി അല ഷഹാദത്തി അഫ്ദലുൽ ഉലമ കോഴ്സ് സർട്ടിഫിക്കറ്റ് അദ്ദേഹം കരസ്ഥമാക്കി. 1949 മിൻ ജാമിയത്തി മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം 1949 അഫ്ദലുൽ ഉലമ ബിരുദവും കരസ്ഥമാക്കി. റഹല, പിന്നെ അദ്ദേഹം യാത്ര പോയി. ഇലാ മിസ്രിലേക്ക്, സനത്ത് 1950 അദ്ദേഹം മിസ്രിലേക്ക് പോയി. ലിയൽതഹിഖ, ചേരാൻ വേണ്ടി, ബി ജാമിയത്തി അൽ അസ്ഹർ അഷ്ഷരീഫ് ലിദ്റാസത്തി വൽ ബഹ്സി, ലിയൽതഹിഖ ചേരാൻ വേണ്ടി, ബി ജാമിയത്ത് അസ്ഹർ, ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാകുന്ന അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. റാസത്തി പഠിക്കാൻ വേണ്ടി, വൽ ബഹസി പിന്നെ ഗവേഷണങ്ങൾക്ക് വേണ്ടിയിട്ടും. നുഷിറത്ത് മഖാലാത്തുഹു, അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. നുഷിറത്ത് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധീകരിക്കുക, പബ്ലിഷ് ചെയ്യാം. ഫി മജല്ലാത്തിൻ, മാഗസിനുകളിൽ. ഏതൊക്കെ? അൽ മജ്ലിസുൽ ഹിന്ദിയിൽ അലാഖാത്തി സഖാഫിയ, മജ്ലിസ് ഹിന്ദി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കൗൺസിൽ, ഇതിൽ അലാഖാത്തി സഖാഫിയ എന്ന് പറഞ്ഞാൽ, അലാഖാത്ത് എന്ന് പറഞ്ഞാൽ റിലേഷൻ, സഖാഫിയ എന്ന് പറഞ്ഞാൽ കൾച്ചർ. അപ്പം ഇന്ത്യൻ കൗൺസിലിലെ, ഇന്ത്യൻ കൾച്ചർ റിലേഷൻസ് കൗൺസിലിലെ മാഗസിനുകളിൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. വൽ അക്കാദമി അൽ അദബി അൽ ഹിന്ദി, ഇന്ത്യൻ സാഹിത്യ അക്കാദമിയുടെ മാഗസിനുകളിലും. ഹസൻ അല, അദ്ദേഹം കരസ്ഥമാക്കി അദ്ദുക്തൂർ, ഡോക്ടറേറ്റ്. അദ്ദുക്തൂറ എന്ന് പറഞ്ഞാൽ ഡോക്ടറേറ്റ്. നമ്മൾ സാധാ പരിശോധിക്കുന്ന ഡോക്ടറല്ല, ഡോക്ടറേറ്റ്. നമുക്കറിയാം, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഗവേഷണം നടത്തി പ്രബന്ധം അവതരിപ്പിച്ച് ലഭിക്കുന്നതാണല്ലോ ഡോക്ടറേറ്റ്. മിൻ ജാമിയൽ അസ്ഹർ അഷ്ഷരീഫ്, അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അദ്ദേഹം ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. ഹൗല മൗലു, ഏതെങ്കിലും ഒരു ഡോക്ടറേറ്റ് കരസ്ഥമാക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഗവേഷണം നടത്തി, പഠനം നടത്തി, അതിനെക്കുറിച്ച് പ്രബന്ധം അവതരിപ്പിക്കണം. ഇദ്ദേഹത്തിൻ്റെ വിഷയം എന്തായിരുന്നു? അദ്ദഅവത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക പ്രബോധനവും തതവ്വുറുഹ, അതിനെ പരിപോഷിപ്പിക്കലും, ഫി ഷിബ്ഹിൽ ഖാറത്തിൽ ഹിന്ദിയ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാമിക പ്രബോധനവും അതിൻ്റെ പരിപോഷണവും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മൗലു, വിഷയം. ഡോക്ടർ മുഹീദ്ദീൻ ആലുവായിയുടെ ഡോക്ടറേറ്റ് വിഷയം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാമിക പ്രബോധനവും അതിൻ്റെ പരിപോഷണവുമായിരുന്നു. സനത്ത് 1971. സുമ്മ തവജ്ജ, റഹല, തവജ്ജ ഒക്കെ ഒരേ മീനിങ് തന്നെ, പോയി. പിന്നെ തവജ്ജ അദ്ദേഹം നേരിട്ടു, അല്ലെങ്കിൽ മുന്നിട്ടു, അല്ലെങ്കിൽ അദ്ദേഹം പോയി. ഇലൽ ജസീറത്തിൽ അറബ്, അറേബ്യൻ കൺട്രിയിലേക്ക്. സനത്ത് 1977. തവല്ല, അദ്ദേഹം ഏറ്റെടുത്തു മനാസിബ ആലിയത്തൻ ബിൽ ജാമിയത്തിൽ ഇസ്ലാമിയത്തി ഫിൽ മദീനത്തിൽ മുനവ്വറ. മനാസിബുൽ ആലിയ എന്ന് പറഞ്ഞാൽ ഉന്നത പദവികൾ അദ്ദേഹം ഏറ്റെടുത്തു. എവിടെ? ജാമിയത്തുൽ ഇസ്ലാമിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി, ഫിൽ മദീന, മദീനയിലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ വഫാത്തായി കിടക്കുന്ന മദീനയിലുണ്ടല്ലോ, ആ മദീനയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ ഉന്നതമായ സ്ഥാനങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തു. നുഷിറത്ത് മഖാലാത്തുഹു, നുഷിറത്ത് നേരത്തെ പറഞ്ഞു പബ്ലിഷ് ചെയ്യപ്പെട്ടു. മഖാലാത്തുഹു, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ. ഫിൽ ജറായിദിൽ യൗമിയ, ജറായിദ് എന്ന് പറഞ്ഞാൽ പത്രം, ജറായിദിൽ യൗമിയ ദിനപത്രം, ഡെയിലി ന്യൂസ് പേപ്പർ.
വൽ മജല്ലാത്തിൽ അദബിയ്യത്തി ഫീഹ, അതേപോലെ ആ മദീനയിൽ ഇറങ്ങുന്ന ദിനപത്രങ്ങളിലും, വൽ മജല്ലാത്തി മാഗസിൻസുകളിലും, അൽ അദബിയ്യത്തി സാഹിത്യ മാഗസിൻ, ഫീഹ ആ മദീനയിൽ ഇറങ്ങുന്ന, ഏതുപോലെ മിസ്ല, ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞ മാതിരിയാണ് മിസ്ല എന്ന് ഉപയോഗിക്കുക. മിസ്ല ജരീദത്തി പത്രം, നമ്മൾ പറഞ്ഞല്ലോ പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഏത് പത്രത്തിലാണ്? മദീനയിൽ ഇറങ്ങുന്ന ഒരു പത്രമാണ് അൽ മദീന. അല്ലദീ തുസ്ദറു മിൻ ജിദ്ദ, ജിദ്ദയിൽ നിന്നാണ് അൽ മദീന പേപ്പർ പ്രസിദ്ധീകരിക്കുന്നത്. തുസ്ദറു പ്രസിദ്ധീകരിക്കുന്നു, പബ്ലിഷ് ചെയ്യുന്നു, മിൻ ജിദ്ദ ജിദ്ദയിൽ നിന്ന്. ഓ മജല്ലത്തി അൽ ജാമിയത്തുൽ ഇസ്ലാമിയ, ജാമിയ ഇസ്ലാമിയ എന്ന് പറയുന്ന മാഗസിനുകളിലും, വൈരിഹ അതല്ലാത്തതുമുണ്ട്, മനസ്സിലായ, എക്സെട്ര. വഖദ് ഇന്ദക്കല അദ്ദുക്തൂർ അൽ ആലുവായി, വഖദ് ഇന്ദക്കല, ഇന്ദക്കല എന്ന് പറഞ്ഞാൽ നീങ്ങി, അദ്ദുക്തൂർ ആലുവായി ഇലാ ദിമ്മത്തില്ല, നമ്മൾ മരണപ്പെട്ടു എന്ന് പറയുന്നതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് നീങ്ങി, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ അടുത്തേക്ക് പോയി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ. അവർ പോയി, അവർ അള്ളാഹുവിലേക്ക് പോയി. അള്ളാഹുവിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അതർത്ഥം മരണപ്പെട്ടു എന്ന്. അതാണ് ഇലാ ദിമ്മത്തില്ലാഹി, ഇന്ദക്കല ഇലാ ദിമ്മത്തില്ലാഹി, അള്ളാഹുവിൻ്റെ റഹല ഇലല്ലാഹി, അല്ലെങ്കിൽ റഹല ഇലാ ദിമ്മത്തില്ലാഹി എന്നൊക്കെ പറയും, മനസ്സിലായോ? ഫി യൂലിയു, യൂലിയു എന്ന് പറഞ്ഞാൽ ജൂലൈ 23, 1996. താരിക്കൻ ഉപേക്ഷിച്ചുകൊണ്ട്, ഖസാനത്ത് ശേഖരങ്ങൾ, മിന്നൽ കുത്തുബി ധാരാളം ഗ്രന്ഥങ്ങൾ, അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് വേണ്ടി, ഭാവിയിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി ഉപേക്ഷിച്ചുകൊണ്ട്, ഒരു വലിയ ശേഖരം തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിലേക്ക് പോയി യാത്രയായി. വൽ മഖാലാത്തിൽ അതീതത്തി, എണ്ണമറ്റ ലേഖനങ്ങളും, വൽ ബുഹൂസിൽ മുതനവ്വിഅത്തി ഫിൽ ലുഅത്തിൽ മലയാളമിയ്യത്തി വൽ അറബിയ്യത്തി വൽ ഇൻജിലീസിയ്യത്തി വൽ ഉർദുവിയ്യ. വൽ ബുഹൂസ് ഗവേഷണങ്ങളും, അൽ മുതനവ്വിയത്തി വിഭിന്നമായ, ഫിൽ ലുഅത്തിൽ മലയാളം മലയാള ഭാഷയിലും, വൽ അറബിയത്തി അറബി ഭാഷയിലും, ഇൻജിലീസിയ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്, വൽ ഉർദുവിയ ഉർദു എന്ന് പറഞ്ഞാൽ വിഭിന്നമായ ഭാഷകളിലുള്ള ഗവേഷണങ്ങളും അദ്ദേഹം പഠനങ്ങളൊക്കെ നമുക്ക് വേണ്ടി ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം യാത്രയായത്. കാന മുഹീദ്ദീൻ ആലുവായി, മുഹീദ്ദീൻ ആലുവായി ആയിരുന്നു മിനൽ ഉലമാഇൽ ഹുനൂദി, ഉലമാ എന്ന് പറഞ്ഞാൽ മഹാന്മാർ, അൽ ഹുനൂദി ഇന്ത്യ കണ്ട വലിയ മഹാന്മാരിൽപ്പെട്ട ആളായിരുന്നു. അല്ലദീന ജാലു അൽ ലുഅത്തൽ അറബിയ, അറബി ഭാഷയെ അവർ ആക്കി, ഹദഫു എന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യമാക്കി, അൽ മൻഷൂദ ഫിൽ ഖർനുൽ ഇശ്രീൻ, ഖർനുൽ ഇശ്രീൻ എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിൽ അറബി ഭാഷയെ പ്രചരണത്തിന് ലക്ഷ്യമാക്കിയ മഹാപണ്ഡിതന്മാരിൽപ്പെട്ട ആളായിരുന്നു. ഉലമാ ഇൽ ഹുനൂദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മഹാപണ്ഡിതന്മാർ, മനസ്സിലായ, മഹത്വമായ ആളുകളിൽപ്പെട്ട ആളായിരുന്നു ഡോക്ടർ മുഹീദ്ദീൻ ആലുവായി. വക്കാനത്ത് ഷഖ്സിയത്തുഹു, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമായിരുന്നു, മുത്തമത്തിയത്തൻ സമ്പന്നമായിരുന്നു, ബി മവാഹിബ, സമ്പന്നമായിരുന്നു പറഞ്ഞാൽ ധാരാളം സമ്പത്തുണ്ടായിരുന്നല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് ധാരാളം കഴിവുകൾ സമ്പാദിച്ച ആളായിരുന്നു. ബി മവാഹിബ അതീതത്തിൻ, ധാരാളം സ്കില്ലുകൾ, വ മുതമയ്യിസാത്തിൻ മുഖ്തലിഫത്തിൻ, വിഭിന്നമായ കഴിവുകളും, ഫിൽ കിതാബത്തി എഴുത്തിലും, വൽ ഖതാബത്തി പ്രസംഗത്തിലും, വദ്ദഅവത്തി പ്രബോധനത്തിലും, വക്കാന ലഹു ദൗറുൻ കബീറുൻ, അദ്ദേഹത്തിനിക്ക് ദൗർ എന്ന് പറഞ്ഞാൽ റോൾ, കബീർ മേജർ റോൾ ഉണ്ടായിരുന്നു. ഫി തൗസീഖിൽ അലാഖത്തി ബൈനൽ ഹിന്ദി വ ബിലാദിൽ അറബ്, അറേബ്യൻ രാഷ്ട്രങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം, അലാഖാത്ത് എന്ന് പറഞ്ഞാൽ ബന്ധം, തൗസീഖ് എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക, ദൃഢമാക്കുക, ശക്തിപ്പെടുത്തുക. ഇങ്ങനെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തി കൂടിയായിരുന്നു മഹാനായ ഡോക്ടർ മുഹീദ്ദീൻ ആലുവായി. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പറയാം. അസ്സലാമു അലൈക്കും.